ഞാൻ ഈ സംഘടനയുടെ ഈ ജന്മകാലത്ത് ഞാൻ സംഘടന എന്ന് വിളിച്ചിരുന്നു. പക്ഷെ ഒരാളിൽ നിന്നും ഒരു കൊച്ചു മുറിയിൽ നിന്ന് തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണത്. ആ വഴികൾ ഓർത്തെടുക്കുന്നതിൽ എനിക്ക് വേറെ വിങ്ങലും വിഷമമുണ്ട്. കാരണം ഈ നീഷെ പറഞ്ഞിട്ടൊരു വാചകമുണ്ട്, ജർമ്മൻ ചിന്തകനായിട്ട്, ഒന്നിനും പൂജ്യത്തിനും ഇടയ്ക്കുള്ള ദൂരം അനന്തമാണെന്ന് എന്നെ പഠിപ്പിച്ചു തന്നത് ആ ഒരു ജീവിത വേളയാണ്. ഞാൻ പൂജ്യത്തിൽ നിന്ന് ഒന്നിലേക്ക് എനിക്ക് നടക്കാൻ കഴിയുന്നില്ല. ഞാൻ അന്നേ എനിക്ക് വളരെ സൂക്ഷ്മമായിട്ടുള്ള ധാരണയുണ്ട്. ഞാൻ ഇത്തരം വീടുകളെ ചെയ്യുള്ളൂ, ഇത്തരം കെട്ടിടങ്ങളെ ചെയ്യുള്ളൂ. അതായത് സെൻസിറ്റീവായിട്ടുള്ള കെട്ടിടങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുകയുള്ളൂ. ഇന്നത്തെ പോലെ പരിസ്ഥിതി സൗഹാർദ്ദപരം എന്നുള്ള വാക്കൊന്നുമില്ല. ഞാൻ ജനസൗഹാർദ്ദപരമായിട്ടുള്ള കെട്ടിടങ്ങൾ മാത്രമേ ചെയ്യൂ എന്ന് തീരുമാനിക്കുമ്പോൾ എനിക്ക് മറ്റേറെ ഒരുപാട് തിയേറ്ററുകൾ, ഈ കമേഴ്ഷ്യൽ കോംപ്ലക്സ് തുടങ്ങിയിട്ടുള്ള കെട്ടിടങ്ങൾ കിട്ടും. പക്ഷെ അതില്ല. എന്നെ വിശ്വസിക്കുന്ന ഒരാൾ, എൻ്റെ ടെക്നോളജിയിൽ വിശ്വസിക്കുന്ന ഒരാൾ എന്നെങ്കിലും എൻ്റെ ഓഫീസിലേക്ക് കടന്നു വരും എന്ന് പറഞ്ഞിട്ട് ഞാൻ കാത്തിരുന്നത് 6 മാസങ്ങളാണ്. 6 മാസം ഞാൻ പട്ടിണിയുടെയും പരിവട്ടത്തിൻ്റെയും ഇല്ലായ്മയുടെയും വലിയ ഒരു ലോകത്തിൽ കൂടെ ഞാൻ ഒറ്റയ്ക്ക് പിടിച്ചു നിന്നു എന്നുള്ളത് ഇന്നും ഞാൻ ഉദ്വേഗത്തോടെ തീർച്ചയായിട്ടും ഓർത്തെടുക്കുന്ന കാര്യം. ഇങ്ങനെ പിടിച്ചു നിന്നു എന്നറിയില്ല. പക്ഷേ ആ ഒരു ദൂരം, എൻ്റെ കാത്തിരിപ്പിൻ്റെ ദൂരം, എൻ്റെ ധാരണകളെപ്പറ്റി കൂടുതൽ അത് ദൃഢമാക്കാനായിട്ട് എന്നെ കഴിഞ്ഞു എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ അന്ന് ഇതൊന്നും വേണ്ട, ജീവിക്കാനായിട്ട് എന്തും ഞാൻ ഒത്തുതീർപ്പുകൾക്ക് വശംവദമാകാമെന്ന് ഞാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ എൻ്റെ വിസ്മയകരമായ വഴിയിലേക്ക് ഒരിക്കലും ഞാൻ തിരിയില്ലായിരുന്നു. കാശുണ്ടാക്കുമായിരുന്നു, ഇഷ്ടംപോലെ കാശുണ്ടാക്കുന്ന ഒരു സാധനം, ഒരു കമേഴ്ഷ്യൽ ആർക്കിടെക്ചറായിട്ട് ഞാൻ അതപ്പതിച്ചേരും. പക്ഷേ ഇല്ലെങ്കിലും ഞാൻ നിന്ന വഴി, ഞാൻ കാത്തിരുന്ന വഴികൾ അവസാനം തുറന്ന് തരികയാണ് ചെയ്തു. ഞാൻ ആദ്യമായിട്ട് ഓർത്തെടുക്കുന്നത് ഒരാൾ, എൻ്റെ കൂടെ സിനിമ കണ്ടുകൊണ്ടിരുന്ന ഒരാൾ, ഞങ്ങൾ ഇവിടുത്തെ സാംസ്കാരിക സദസ്സുകളിൽ എൻ്റെ ഒരു ചങ്ങാതിയായിരുന്ന ഫിലിപ്പ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. കാനറ ബാങ്കിലെ ഉദ്യോഗസ്ഥനാണ്. ഞാൻ ഫിലിപ്പായിട്ടൊരു ബന്ധം എന്ന് പറഞ്ഞാൽ സിനിമ കാണുമ്പോൾ കാണുന്ന ഒരാളാണ്. അയാൾ ഒരു ദിവസം എൻ്റെ ഒരു തിയേറ്ററിൽ വെച്ചിട്ട് പറഞ്ഞു, ചങ്ങനെ എനിക്കൊരു വീട് വെക്കണം, ഞാൻ വട്ടിയൂർക്കാവിലൊരു വീട് വെക്കാൻ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്, നീ അത് ചെയ്താണെന്ന്. അപ്പോൾ എൻ്റെ കൂടെ നടന്നുപോയ ഒരാൾ, വലിയൊരു ഗാഢമായ സ്വാധീനം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ശ്രീ ലോറി ബേക്കർ എന്ന, എന്താ പറയുന്നത്, ഒരു അദൃശ്യ ശക്തി. അതായത് കെട്ടിടത്തിൽ പുതിയ മാതൃകൾ സൃഷ്ടിച്ച, ലാവണ്യത്തിൻ്റെ ഒട്ടേറെ മാതൃകൾ സൃഷ്ടിച്ച, സൗന്ദര്യത്തിൻ്റെ പുത്തൻ മാതൃകൾ സൃഷ്ടിച്ച, നമ്മുടെ കേരളക്കരയുടെ സാമൂഹിക കാലാവസ്ഥയുമായിട്ട് ഒത്തുചേരുന്ന നിർമ്മിതികൾ എൻ്റെ ചുറ്റും വന്നിരുന്നൊരു കാലഘട്ടത്തിലാണ് ഞാൻ വാസ്തുശില്പത്തിലേക്ക് തിരിയുന്നത്. അദ്ദേഹമായിരുന്നു. വാക്കും പൊരുളും തമ്മിൽ ഒരു വ്യത്യാസമില്ലാത്ത ഒരേ ഒരു ജീവിതം ഞാൻ കണ്ടിട്ടുള്ളൂ. അത് ശ്രീ ലോറി ബേക്കറിൻ്റെ ആയിരുന്നു. ആ ലോറി ബേക്കർ തീർച്ചയായിട്ടും ഒരു വഴി വിളക്ക് മരം പോലെ എൻ്റെ ജീവിതത്തെ എന്നും ജീവിതം. അദ്ദേഹത്തിന് കൂടെ പലരും ധരിക്കുന്നവിടെ ഞാൻ ജോലി ചെയ്തിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ കെട്ടിടങ്ങൾ ഇപ്പോഴും എന്നെ ഈ പ്രായത്തിലും എൻ്റെ ഏത് പ്രതിസന്ധികളിൽ തളരുമ്പോഴും ആ കെട്ടിടങ്ങൾ എനിക്ക് വലിയ ഊർജ്ജമാണ് തരുന്നത് എന്ന് ഞാൻ ഓർത്തെടുക്കുന്നത്. അങ്ങനെയാണ് എൻ്റെ ജീവിതം തുടങ്ങി. അന്ന് ഈ ഫിലിപ്പിൻ്റെ വീട് വയ്ക്കുന്ന സമയത്ത് സത്യം പറഞ്ഞ പകുതി സമയം ഒരു 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 ആർക്കിടെക്റ്റിൻ്റെ മാൻറ്റിൽ എന്ന് പറയും, വേഷോണി, പകുതി സമയം ഇതൊക്കെ എടുത്ത് മാറ്റി കൈലി കൊടുത്തിട്ട് ഞാൻ മേസ്തിരി പണിയും കൂടി ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഈ ടെക്നോളജി മാത്രമല്ല മെറ്റീരിയൽസിനെ തൊട്ടറിയാൻ തുടങ്ങി. അതെൻ്റെ ജീവിതത്തിലെ വലിയ അനുഭവങ്ങളാണ് സൃഷ്ടിച്ചത്. ഈ മെറ്റീരിയലിനെ തൊട്ടറിഞ്ഞ് ഉള്ള ഒരു പുത്തൻ ഒരു ശാസ്ത്രം, അതിൽ കൂടെയുള്ള ഒരു വികാസം, വാസ്തുശില്പത്തിൻ്റെ ഒരു ജൈവിക ഒരു സത്ത ഞാൻ ഒരുപക്ഷെ കണ്ടെത്തുന്നത് ഈ നമ്മുടെ ഈ മെറ്റീരിയൽസ് തുടങ്ങി മണ്ണിനെ തൊടുമ്പോഴുണ്ടാകുന്ന ഒരു കുളിരുണ്ട്. ഞാൻ അന്നാണ് മനസ്സിലാക്കുന്നത്, മണ്ണിനെ തൊടുമ്പോൾ അതിൻ്റെ ഒരു പ്ലാസ്റ്റിസിറ്റി, വേഴ്സിറ്റാലിറ്റി എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു എന്താ പറയുന്നത്, അപാരമായിട്ടുള്ള ഒരുപാട് സാധ്യതകളൊക്കെ വിരലിക്കൂടെ തൊട്ടറിയും ഞാൻ മേസ്തിരി പണി ചെയ്യുന്ന സമയത്താണ്. അങ്ങനെയാണ് ഞാൻ ഒരു ആർക്കിടെക്റ്റായിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ വളർന്നു വന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടം ഇത്തരമൊരു കാലഘട്ടമാണ്. അതിൽ കൂടെ ഞാൻ യഥാർത്ഥത്തിൽ ഈ നിർമ്മാണത്തിൻ്റെ ബാലപാഠങ്ങൾ, നമ്മുടെ കോളേജിലോ ഒരു യൂണിവേഴ്സിറ്റിയും തരാത്ത ബാലപാഠങ്ങൾ എൻ്റെ മേസ്തിരിമാരിൽ കൂടെ ഞാൻ പഠിച്ച ഒരു കാലഘട്ടമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞൊരു യാതനയുടെ കാലഘട്ടമായിരുന്നു. എനിക്ക് അടുത്ത് അവിടെ എനിക്ക് ഓർമ്മയുണ്ട്, അങ്കമാലിയിലും കായംകുളത്തൊക്കെ എൻ്റെ ആദ്യ കെട്ടിടങ്ങൾ വന്നിരുന്ന കാലത്ത് അന്ന് സത്യം പറഞ്ഞാൽ ഒരു ലോഡ്ജിൽ ഒരു മുറിയെടുക്കാൻ പോലും സാധ്യതയില്ല. അപ്പോൾ ഞാൻ തലേ ദിവസത്തെ വർത്തമാന പത്രവുമായിട്ട് രാത്രി
1 മണിക്ക് ഇവിടുന്ന് ബസ്സിൽ കയറും. ബസ്സിൽ കയറി ഒരു 4-4:30 മണിയാകുമ്പോൾ കായംകുളത്ത് എത്തുകയാണെങ്കിൽ, കായംകുളമല്ല, നമുക്ക് അതിനപ്പുറത്തുള്ള നൂറനാട് പോലെ സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നു ഞാൻ വീട് വയ്ക്കാനായിട്ട് ആദ്യത്തിൽ എന്നെ വിശ്വസിച്ച ആൾക്കാർ വന്നത്. അപ്പോൾ ഈ തലേ ദിവസത്തെ ഈ വർത്തമാനപത്രം രാത്രി 3 മണിക്ക് വെളിച്ചമില്ലല്ലോ, അവിടെ വന്നിറങ്ങി അവിടെ പത്രത്തിൽ കിടന്നുറങ്ങി, പത്രം പിരിച്ച് കിടന്നുറങ്ങി, അവിടുത്തെ പൊതു ശൗചാലയമൊക്കെ ഉപയോഗിച്ചിട്ടാണ് രാവിലെ നടന്ന് ഈ സൈറ്റുകളിലേക്ക് 10-12 കിലോമീറ്റർ താണ്ടിയിരിക്കുകയാണ് ഇത്തരം സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. അങ്ങനെയാണ് എൻ്റെ ജീവിതയാത്ര തുടങ്ങി. ആദ്യ വർഷം 1987 കാലഘട്ടത്തിൽ ഞാൻ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് തിരുവനന്തപുരം ഉൾപ്പെടെ 13 കെട്ടിടങ്ങൾ ഞാൻ ചെയ്യുകയുണ്ടായി. 3 വർഷം കഴിഞ്ഞ് 1987 13 കെട്ടിടം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളിത് ഞങ്ങളുടെ ഈ കണക്കിൻ്റെ ഭാഷയിൽ ഗണിതശാസ്ത്രത്തിൽ പറയും, ഈ അരിത്മെറ്റിക് പ്രോഗ്രഷൻ അത് നേരെ ഇങ്ങനെ പോകുന്നതാണ്. ഈ ജോമെട്രിക് പ്രോഗ്രഷൻ നേരെ കുത്തനെ വളരുന്നതാണ്. 1990-കളായപ്പോഴത്തേക്ക് ഞാൻ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ആയിരക്കണക്കിന് കെട്ടിടങ്ങൾ, 1-ൽ നിന്ന് 0-ൽ നിന്ന് 1-ലേക്കും, 1-ൽ നിന്ന് 13-ലേക്കും, 13 1000-ലേക്ക് മാറാനായിട്ട് എനിക്ക് 2-3 വർഷങ്ങൾ മാത്രമേ വേണ്ടി വരുന്നില്ല. കാരണം വലിയ സ്വീകാര്യത ലഭിച്ചു എന്നുള്ളതാണ്. ഈ സ്വീകാര്യത ലഭിക്കാനായിട്ട് പല കാരണങ്ങളുണ്ട്. നമ്മുടെ കേരളത്തിൽ ഇത്രയും വളക്കൂറുള്ള, മനസ്സിൽ വളക്കൂറുള്ള ഒരു മണ്ണില്ല. എപ്പോഴും പരീക്ഷണങ്ങൾക്ക് കാത്തിരിക്കുന്ന ഒരു മനസ്സുകളുള്ള ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്ത് കിട്ടാത്തൊരു സ്വീകാര്യത തീർച്ചയായിട്ടും ഇത്തരം കെട്ടിടങ്ങൾ കിട്ടുകയും കൂടുതൽ ആൾക്കാർ വിശ്വാസപൂർവ്വം ഈ കെട്ടിടങ്ങളെ കാണുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിലാണ് എൻ്റെ ജീവിതത്തിൻ്റെ 2ാം ഘട്ടത്തിലേക്ക് ഞാൻ കടക്കുന്നത്.